ഹലോ ഡിയർ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ എല്ലാവർക്കും വെൽക്കം ടു ടോസ് അക്കാദമി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ LPUP സിലബസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില സംഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വർഷങ്ങളും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ആയിട്ട് നമ്മുടെ LPSA UPSAയുടെ അവസാന റെഗുലർ ഓൺലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ടീച്ചിങ് ക്ലാസ്സുകൾ, ടീച്ചർമാരുടെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ, മറ്റെല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ടോസ് അക്കാദമിയിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, അവയുടെ വർഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കേരളത്തിലെ കലാപങ്ങളുടെ കേസ് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് അഞ്ചുതെങ്ങ് കലാപത്തെ കുറിച്ചാണ് പറയാനുള്ളത്. അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുമ്പോൾ 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് അല്ലെ. അത് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു അഞ്ചുതെങ്ങ് കലാപം ഒക്കെ നടക്കുന്നത്. അതിനു മുന്നേ 1695 അഞ്ചുതെങ്ങിൽ ഒരു കോട്ട ബ്രിട്ടീഷുകാര് പണി കഴിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? 1697. ഓക്കെ, അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്ന കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അപ്പോഴാണ് 1721 ഏപ്രിൽ 15. അപ്പോൾ കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമായിട്ട് നമ്മൾ പറയുന്നത് ആറ്റിങ്ങൽ കലാപത്തെയാണ്. കേരളത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായിട്ട് നമ്മൾ പറയുന്നത് എന്തിനെയാണ്? ആറ്റിങ്ങൽ കലാപത്തിനാണ് കേട്ടോ. അപ്പൊ ആറ്റിങ്ങൽ കലാപത്തിന്റെ കാരണങ്ങളായിട്ട് വൻതോതിലുള്ള അഴിമതി, കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേട്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ കാരണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റിങ്ങൽ കലാപം ഓർത്തിരിക്കുക 1721. അഞ്ചുതെങ്ങ് കലാപം 1697. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച 1695. അതുപോലെ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പഴശ്ശി വിപ്ലവങ്ങളെ കുറിച്ചാണ്. പഴശ്ശി വിപ്ലവങ്ങളെ കുറിച്ച് പറയുമ്പോൾ പഴശ്ശി വിപ്ലവങ്ങൾ രണ്ട് സെറ്റായിട്ടാണ് നടക്കുന്നത്. ഒന്നാം പഴശ്ശി വിപ്ലവമുണ്ട്, അതുപോലെ രണ്ടാം പഴശ്ശി വിപ്ലവമുണ്ട്. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയുള്ള ഒരു 4 വർഷ കാലഘട്ടമായിരുന്നു നമ്മുടെ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ പഴശ്ശി വിപ്ലവങ്ങൾക്കുള്ള ആദ്യത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാര് നടപ്പിലാക്കുന്ന നികുതി പരിഷ്കരണങ്ങളാണ്. ബ്രിട്ടീഷുകാര് നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം പറയുകയാണെങ്കിൽ 1800 മുതൽ 1805 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തു വെക്കുക, ഒന്നാം പഴശ്ശി വിപ്ലവം അതുപോലെ രണ്ടാം പഴശ്ശി വിപ്ലവം, ഈ രണ്ട് പഴശ്ശി വിപ്ലവങ്ങളുടെ കാരണങ്ങൾ അതുപോലെ നടന്ന വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1793, 1797. രണ്ടാം പഴശ്ശി വിപ്ലവം ആണെങ്കിൽ 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. ഈ പഴശ്ശിരാജ അന്തരിക്കുന്നത് ഏത് വർഷമാണ്? 1805 നവംബർ 30 പഴശ്ശിരാജ മരിക്കുന്നത് കേട്ടോ. 1805 നവംബർ 30. അപ്പൊ പഴശ്ശിരാജയുമായിട്ട് ബന്ധപ്പെട്ട പല സ്മാരകങ്ങള്, ഗുഹ, കോളേജ്, മ്യൂസിയം, അങ്ങനെ പല സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. പഴശ്ശി ഡാം എവിടെയാണ്? പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് അല്ലെ. അതുപോലെ പഴശ്ശി ഗുഹയാണെങ്കിൽ മലപ്പുറത്താണ്. ഇനി പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ, അതുപോലെ പഴശ്ശി സ്മാരകം മാനന്തവാടി. അപ്പൊ ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് ഓർത്തു വെക്കുക. ഒന്നാം പഴശ്ശി വിപ്ലവം പീരീഡ് 1793 മുതൽ 97 വരെ. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം ആണെങ്കിൽ 1800 മുതൽ 1805 വരെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുറിച്യ കലാപമാണ്. കുറിച്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദിവാസി വിഭാഗമാണ് അല്ലെ. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമായിട്ടാണ് നമ്മൾ ഈ കുറിച്യ കലാപത്തെ കുറിച്ച് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ തന്നെ, ദക്ഷിണേന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളം, കർണാടക, തമിഴ്നാട് ഉൾപ്പെടുന്ന ആ ഒരു ഭാഗമാണ് അല്ലെ. ഈ ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യത്തെ ഗിരിവർഗ കലാപമായിട്ട് പറയുന്ന കലാപമാണ് നമ്മുടെ കുറിച്യ കലാപം എന്ന് പറയുന്നത്. അപ്പൊ കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിട്ട് പറയുന്നത്
രാമനമ്പി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് നമ്മൾ കുറിച്യ കലാപത്തിന്റെ നേതാവായിട്ട് പറയുന്നത്. അപ്പൊ ഇതിന്റെ വർഷവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറിച്യ കലാപം നടന്ന വർഷം എന്ന് പറയുന്നത് 1812 ആണ്. 1812 കുറിച്യ കലാപം നടക്കുന്നത്. ഓക്കെ, അപ്പൊ പഠിച്ചു വെച്ചേ. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 97 വരെ, രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ, കുറിച്യ കലാപം 1812. ഓക്കെ, അപ്പൊ ഈ കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ അധികമായിട്ട് നികുതി ചുമത്തി, അതുപോലെ നികുതി പണമായിട്ട് അടയ്ക്കാനായിട്ട് അവരോട് നിർബന്ധിച്ചു, അതുപോലെ നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഈ കാരണങ്ങളൊക്കെയാണ് കുറിച്യ കലാപത്തിലേക്ക് നയിച്ചത്. അതുപോലെ പഴശ്ശി വിപ്ലവങ്ങൾക്ക് പഴശ്ശിയുടെ കൂടെ എല്ലാ കാലത്തും സഹായത്തിനുണ്ടായിരുന്ന ഒരു വംശം കൂടിയായിരുന്നു കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. അപ്പോൾ ഇനി മറക്കരുത്, ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 97 വരെ, രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 805 വരെ, കുറിച്യ കലാപം 1812. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ വേലുത്തമ്പി ദളവയെ കുറിച്ചാണ് വരുന്നത്. വേലുത്തമ്പി ദളവ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തിരുവിതാംകൂറിലെ ഒരു ദിവാനായിരുന്നു അല്ലെ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറയുന്ന രാജാവിന്റെ ദിവാനായിരുന്നു. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അശക്തനും അപ്രാപ്യനുമായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണകാര്യങ്ങൾക്ക് കൂടുതൽ നേതൃത്വം കൊടുത്തിരുന്ന വേലുത്തമ്പി ദളവയാണ്. അപ്പൊ അങ്ങനെ ഈ വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാനായിട്ട് വരുന്ന വർഷം എന്ന് പറയുന്നത് 1802 ആണ്. 1802 വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ദിവാനായിട്ട് വരുന്നത്. അപ്പോൾ തിരുവിതാംകൂറിലെ പല ഭരണ പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്ന കോടതികൾ കൊണ്ടുവന്നു, ഹജൂർ കച്ചേരി സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചു, അതുപോലെ വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വേമ്പനാട്ട് കായലിൽ. അപ്പൊ ഈ പാതിരാമണൽ ദ്വീപിനെയൊക്കെ കൃഷിയോഗ്യമാക്കിയതും ഈ വേലുത്തമ്പി ദളവ തന്നെയാണ്. പക്ഷെ വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കുണ്ടറ വിളംബരമാണ്. കുണ്ടറ വിളംബരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വലിയൊരു ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു അല്ലെ. അപ്പൊ കുണ്ടറ വിളംബരത്തെ കുറിച്ച് പറയുമ്പോൾ ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും തന്നെ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. മലയാള മാസം പറയുകയാണെങ്കിൽ 984 മകരം 1 പ്രഖ്യാപനം നടക്കുന്നത്. അപ്പോൾ 1809 ജനുവരി 11 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ട കുണ്ടറ വിളംബരം നടന്ന ദിവസമാണ് 1809 ജനുവരി 11. അപ്പൊ ഈ പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നു അല്ലെ. അപ്പം പാലിയത്തച്ഛനും അതുപോലെ വേലുത്തമ്പി ദളവയും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ആ ഒരു നീക്കം നയിച്ചത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ കുണ്ടറ വിളംബരം 1809 ജനുവരി 11, വേലുത്തമ്പി ദളവ തിരുവിതാംകൂർ ദിവാനായ വർഷം 1802. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ചാന്നാർ ലഹളയിലേക്കാണ് വരുന്നത്. ചാന്നാർ ലഹള എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു ലഹളയായിട്ട് നമ്മൾ പറയുന്നത് ചാന്നാർ ലഹളയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമായിട്ടാണ് നമ്മൾ ചാന്നാർ ലഹളയെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഈ ചാന്നാർ ലഹളയ്ക്ക് മേൽമുണ്ട് സമരം എന്നുള്ള ഒരു പേരും കൂടെ നമ്മൾ പറയാറുണ്ട്. മേൽമുണ്ട് സമരം, ചാന്നാർ ലഹളയ്ക്ക് തന്നെയാണ് മേൽമുണ്ട് സമരം എന്നും പറയുന്നത്. പക്ഷെ ഈ 1859 നടന്ന ചാന്നാർ ലഹളയ്ക്ക് മുന്നേ തന്നെ 1822 വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിലും ഒരു മേൽമുണ്ട് സമരം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. എങ്കിലും PSCയുടെ ആൻസർ കീ അനുസരിച്ച് ചാന്നാർ ലഹള എന്ന് പറയുമ്പോൾ മേൽമുണ്ട് സമരം എന്ന് പറയുമ്പോൾ അതിന്റെ വർഷമായിട്ട് 1859 തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഓർത്തു വെക്കുക, ചാന്നാർ ലഹള 1851 നടക്കുന്നത്. അപ്പൊ എന്തിനാണ് നമ്മുടെ ചാന്നാർ ലഹള നടന്നത്? ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാന്നാർ ലഹള. ഓക്കെ, അപ്പോൾ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് 1859 ജൂലൈ 26 പ്രഖ്യാപിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ആ വർഷം തന്നെ അവർക്ക് അതിനുള്ള അവകാശം ലഭിക്കുകയും ചെയ്തു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ മലയാളി മെമ്മോറിയലിലേക്കാണ് വരുന്നത്. മലയാളി മെമ്മോറിയൽ, എതിർ മെമ്മോറിയൽ, ഈഴ മെമ്മോറിയൽ, അങ്ങനെ പല മെമ്മോറിയലുകളുണ്ട്. അപ്പൊ ഇതെന്താണ് സംഭവം? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാധാന്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഒരു സംഭവമാണ് മലയാളി മെമ്മോറിയൽ. അപ്പൊ ഈ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുക്കുന്നത്.
അപ്പൊ മലയാളി മെമ്മോറിയലിന്റെ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1891 ജനുവരി 1-നാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണന്മാർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. 10,028 പേർ ഒപ്പിട്ട ഒരു നിവേദനം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതിനെയാണ് നമ്മൾ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി നമ്മൾ മറക്കരുത്, ആരാണ്? GP പിള്ളയാണ് കേട്ടോ. അപ്പൊ ഈ മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ട അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10,028, 128. ഓക്കെ, അപ്പോൾ ആ കാര്യം നമ്മൾ ഓർത്തു വെക്കുക. മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 3. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് എതിർ മെമ്മോറിയൽ തന്നെ ആ വർഷം തന്നെ ഒരു എതിർ മെമ്മോറിയലും സമർപ്പിക്കപ്പെടുകയുണ്ടായി. എന്താണ് എതിർ മെമ്മോറിയൽ? മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണര്, ഹിന്ദു മലയാളികൾ, ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് എതിർ മെമ്മോറിയൽ. എതിർ മെമ്മോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ സർവീസിൽ ഉണ്ടായിരുന്നവര്, അവര് തന്നെ അല്ലെ, അവര് തിരിച്ച് ഈ മലയാളി മെമ്മോറിയലിനെതിരെ സമർപ്പിച്ച ഒരു മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ. ഇത് 1891 ജനുവരി 3, അതായത് മലയാളി മെമ്മോറിയലിന് കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിന് ശേഷമാണ് എതിർ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതിനും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. ഈഴവ മെമ്മോറിയൽ 1896-ലാണ് സമർപ്പിക്കുന്നത്. അപ്പൊ ഈഴവ മെമ്മോറിയലിന്റെ കാര്യം എന്തായിരിക്കും? ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ടാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. ഈഴവ മെമ്മോറിയലിൽ 13,176 പേർ, 13,176 ഇത്രയും അംഗങ്ങളാണ് ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പം ഇതും സമർപ്പിക്കപ്പെടുന്ന ആർക്കാണ്? ശ്രീമൂലം തിരുനാളിന് തന്നെയാണ്. അപ്പൊ ഈ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയലൊക്കെ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. അതുപോലെ രണ്ടാം ഈഴവ മെമ്മോറിയൽ ഉണ്ട്. രണ്ടാം ഈഴവ മെമ്മോറിയൽ, അതായത് ആദ്യത്തെ ഈഴവ മെമ്മോറിയൽ പരാജയമായിരുന്നുകൊണ്ട് തന്നെ പിന്നെ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. അത് കേശൻ പ്രഭുവിനാണ് സമർപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ പരാജയമായിരുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 എന്ന് പറയുന്ന വർഷത്തിലാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. അത് കേശൻ പ്രഭുവിനാണ് സമർപ്പിക്കുന്നത്. അതും പരാജയമായിരുന്നു. പക്ഷെ ഓർത്തിരിക്കേണ്ട കാര്യം, ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആയിരുന്നു കേട്ടോ. ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. മലയാളി മെമ്മോറിയലിന് ആരാ നേതൃത്വം നൽകിയത്? GP പിള്ള. ഓക്കെ, അപ്പൊ ഈ വർഷങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. മലയാളി മെമ്മോറിയലും എതിർ മെമ്മോറിയലും 1891 തന്നെയാണ്. ഇനി ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ 3. സോറി, മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിവിടെ ജനുവരി 3 പറഞ്ഞത്, തെറ്റാണ് കേട്ടോ. ജനുവരി 1 ഇതൊന്ന് കറക്റ്റ് ചെയ്ത് പഠിക്കുക. ജനുവരി 1-നാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ജനുവരി 1. ഇനി എതിർ മെമ്മോറിയൽ ആണെങ്കിൽ 1891 ജൂൺ 3, ഈഴവ മെമ്മോറിയൽ ആണെങ്കിൽ 1896 സെപ്റ്റംബർ 3. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ വില്ലുവണ്ടി സമരത്തിലേക്കാണ് വരുന്നത്. എന്താണ് വില്ലുവണ്ടി സമരം? അതായത് ആ ഒരു കാലഘട്ടത്തിൽ 1893-ലാണ് വില്ലുവണ്ടി സമരം നടക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പൊതുനിരത്തുകളിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചിരുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തുന്നത്. വില്ലുവണ്ടി സമരം നടത്തിയത് വേങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ കാളവണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ടാണ്. അതായത് പൊതുനിരത്തുകൾ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് ആ കാലഘട്ടത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. അപ്പം അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് വേങ്ങാനൂറാണ് നമ്മുടെ അയ്യങ്കാളിയുടെ ജന്മദേശം എന്ന് നമുക്കറിയാം അല്ലെ. വേങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ, കവടിയാർ വരെ അദ്ദേഹം കാളവണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഈ ഒരു സംഭവമാണ് വില്ലുവണ്ടി സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1893-ലാണ് വില്ലുവണ്ടി സമരം നടക്കുന്നത്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു വർഷമാണ്. ഒരിക്കലും നമുക്കത് തെറ്റിപ്പോവാൻ പാടില്ല കേട്ടോ. കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. വില്ലുവണ്ടി സമരം 1893, 1893. ഇനി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഒരു കർഷക സമരം നടന്നിട്ടുണ്ട് 1909. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം നടന്നു 1909. അപ്പം ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അയിത്ത ജാതി കുട്ടികളെ ഉയർന്ന സമുദായത്തിലെ കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിക്കാനാവില്ല എന്ന അധികൃതരുടെ നിലപാടിനെതിരെയായിരുന്നു ഈ ഒരു സമരം നടന്നത്. അതായത് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്നൊക്കെ അദ്ദേഹം ഈ ഒരു സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവനയൊക്കെ നടത്തുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇതും നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും
എന്നുള്ള ഈ ഒരു പ്രസ്താവന അയ്യങ്കാളി നടത്തിയത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആണ്, അല്ലെങ്കിൽ ആരാണ് ഈ ഒരു പ്രസ്താവന നടത്തിയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ 1909 അയ്യങ്കാളിയുടെ കർഷക സമരം നടക്കുന്നത്. ഇനി അദ്ദേഹത്തിന് നെടുമങ്ങാട് ചന്തലഹള, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നെടുമങ്ങാട് വെച്ചിട്ട് ഒരു ചന്തലഹള നടന്നിട്ടുണ്ട്. അയിത്തജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നതിന് അയ്യങ്കാളിയും സംഘവും ചോദ്യം ചെയ്തു. അങ്ങനെ വളരെയധികം നമ്മുടെ ഇന്ന് കാണുന്ന ഈ ഒരു ലെവലിലേക്ക് അല്ലെ, നമ്മുടെ കേരളത്തിലെ പല സമുദായത്തിലെ താഴ്ന്ന ജാതിക്കാരും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാരണം, പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അയ്യങ്കാളി. അപ്പം ഈ വർഷം ഓർത്ത് വെക്കുക, നെടുമങ്ങാട് ചന്തലഹള 1912. ഇതുകൊണ്ടും അദ്ദേഹത്തിന്റെ സമരചരിത്രം തീരുന്നുണ്ടോ? ഇല്ലല്ലേ. 1915 വീണ്ടും 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ പുലയ ലഹള എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സമരം കൂടി അദ്ദേഹം ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള, ഈ രണ്ട് പേരുകളിലും ഇത് അറിയപ്പെടുന്നത് കേട്ടോ. കൊല്ലവർഷം 1990 ഈ ഒരു സമരം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 90-ാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. കൊല്ലവർഷം 1990. കൊല്ലവർഷം 1990 നമ്മുടെ 90-ാം ആണ്ട് ലഹള നടക്കുന്നത് കേട്ടോ. 1915 നമ്മുടെ നോർമൽ വർഷം വരുമ്പോൾ 1915. ഊരൂട്ടമ്പലം ലഹള എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ ഊരൂട്ടമ്പലം സ്കൂളിൽ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ ഉയർന്ന ജാതിക്കാർ തടഞ്ഞു. അന്ന് രാത്രി തന്നെ സ്കൂൾ കത്തിക്കുകയും ചെയ്തു. അതാണ് ലഹളയിലേക്ക് നയിച്ചത്. ഓക്കെ, അപ്പൊ സംഭവം മനസ്സിലായല്ലോ. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കുട്ടികളെ ഊരൂട്ടമ്പലം സ്കൂളിൽ ചേർക്കാൻ നടത്തിയ ശ്രമത്തെ ഉയർന്ന ജാതിക്കാർ തടയുന്നു. അതേ തുടർന്ന് സ്കൂൾ കത്തിക്കുകയും അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇതിനെയാണ് നമ്മൾ ഊരൂട്ടമ്പലം ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ. അതിനുശേഷം കല്ലുമാല സമരം. കല്ലുമാല സമരം 1915 നടക്കുന്നത്. കല്ലുമാല സമരം എന്താണ്? പുലയ സ്ത്രീകൾക്ക് അടിമത്തത്തിന്റെ അടയാളമായ കല്ലും മാലയും മാത്രമേ മാറിലണിയാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനെതിരെയാണ് ഈ ഒരു സമരം നടക്കുന്നത്. ഇവർക്ക് മാറു മറയ്ക്കുന്നതിനോ കാൽമുട്ടിന് താഴെ ഇറക്കാനുള്ള വസ്ത്രം ധരിക്കുന്നതിനോ അവകാശം ഉണ്ടായിരുന്നില്ല. കൊല്ലത്തെ പെരുന്നാട് പ്രദേശത്ത് കല്ലും മാലയും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സമ്മേളനം നടത്തുന്നത്. ഓക്കെ. അപ്പോൾ കല്ലുമാല സമരം ഓർത്തിരിക്കുക, 1915. അപ്പൊ ഇതും അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തന്നെ നടന്ന ഒരു സമരമാണെന്ന് ഓർത്ത് വെക്കുക. അയ്യങ്കാളിയുടെ അതുപോലെ തന്നെ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് 1907 അദ്ദേഹം രൂപം കൊടുത്ത സാധുജന പരിപാലന യോഗം അല്ലെ. സാധുജന പരിപാലന സംഘം എന്ന് അല്ലെങ്കിൽ സാധുജന പരിപാലന യോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സെയിം സംഘടന തന്നെയാണ്. 1907 അദ്ദേഹം സാധുജന പരിപാലന യോഗം സ്ഥാപിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഓർത്തിരിക്കുക, വില്ലുവണ്ടി സമരം 1893. അയ്യങ്കാളിയുടെ കർഷക സമരം നടക്കുന്നത് 1909. നെടുമങ്ങാട് ചന്തലഹള നടക്കുന്നത് 1912. 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹള നടക്കുന്നത് 1915. അതുപോലെ കല്ലുമാല സമരവും 1915 എന്ന് പറയുന്ന വർഷത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് CMA. CMA എന്ന് പറയുമ്പോൾ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. CMAയുടെ സ്ഥാപകനായിട്ട് നമ്മൾ പറയുന്നത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയാണ് അല്ലെ. അപ്പോൾ അദ്ദേഹം കേരളത്തിന്റെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കുക, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പള്ളിയോടൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന് പറയുന്ന ആശയമൊക്കെ കൊണ്ടുവന്നത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സഭയായ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് CMA സഭ സ്ഥാപിതമായ വർഷം എന്ന് പറയുന്നത് 1831 എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ സമത്വ സമാജം എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ചാണ് പറയുന്നത്. ഈ സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് സമത്വ സമാജം. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇങ്ങനെ സാമൂഹ്യ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു സമാജമായിട്ടാണ് നമ്മൾ സമത്വ സമാജത്തെ കണക്കാക്കുന്നത്. 1836 വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം സ്ഥാപിക്കുന്നത്. ഈ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഏറ്റവും കൂടുതൽ തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു വർഷം കൂടിയാണ്, ഒരിക്കലും തെറ്റാൻ പാടില്ല. സമത്വ സമാജം 1836 സ്ഥാപിതമാകുന്നു. സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, ഇനി അടുത്തത് SNDP സ്ഥാപിതമായ വർഷം. SNDP 1903 മെയ് 15. മഞ്ഞക്കുടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ. SNDPയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903 മെയ് 15 സ്ഥാപിതമാകുന്നത്. ഓക്കെ. അപ്പം ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊല്ലമാണ്. ഇതിന്റെ ആജീവനാന്ത അധ്യക്ഷൻ ആരാ? ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആയിരുന്നു. ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശൻ.
കുമാരനാശാനായിരുന്നല്ലോ SNDP-യുടെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്. അതുപോലെ 1923 SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നതും കുമാരനാശൻ തന്നെയാണ്, 1923. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, SNDP 1903 മെയ് 15, 1903 SNDP സ്ഥാപിതം ആകുന്നത്. SNDP-യുടെ ആദ്യത്തെ മുഖപത്രം ഏതായിരുന്നു? വിവേകോദയം. SNDP-യുടെ ഇപ്പോഴത്തെ മുഖപത്രമാണെങ്കിൽ യോഗനാഥമാണ് കേട്ടോ, യോഗനാഥം. SNDP-യുടെ ആദ്യത്തെ മുഖപത്രം എന്ന് പറയുന്നത് വിവേകോദയമായിരുന്നു, ഇപ്പോഴത് യോഗനാഥമാണ്. ഓക്കെ, ഓർത്തു വെക്കുക, CMI കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭ സ്ഥാപിതമായ വർഷം 1831. സമത്വ സമാജം കേരളത്തിലെ തന്നെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം 1836 വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിക്കുന്നു. SNDP സ്ഥാപിതമായ വർഷം 1903 മെയ് 15. ഓക്കെ, ഇനി നമ്മൾ സാധുജന പരിപാലന സംഘം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് സാധുജന പരിപാലന സംഘത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. സാധുജന പരിപാലന സംഘം വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് ഇതിന്റെ വർഷം. 1907 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിതമാകുന്നത്. അപ്പൊ സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായിട്ടുള്ള സംഘടന ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? SNDP ആണ് കേട്ടോ. SNDP ആണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാനായിട്ടുള്ള ആ ഒരു പ്രചോദനം കൊടുത്തത്. സാധുജന പരിപാലന സംഘം അല്ലെങ്കിൽ സാധുജന പരിപാലന യോഗം 1907 അയ്യങ്കാളി സ്ഥാപിക്കുന്നു. അപ്പൊ ഈ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം എന്ന് പറയുന്നത് സാധുജന പരിപാലിനിയാണ്. സാധുജന പരിപാലിനി 1913 ആദ്യമായിട്ട് ഇറക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ്, പേരിൽ തന്നെ ഉണ്ടല്ലേ, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിലും അത് ഇറക്കിയ വർഷം ഓർത്ത് നോക്കുക, 1913 സാധുജന പരിപാലനി എന്ന് പറയുന്ന ഒരു മുഖപത്രം അച്ചടിച്ച് ഇറക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പിന്നീട് പുലയ മഹാസഭ എന്ന പേരിലേക്ക് 1938 മാറ്റി എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക കേട്ടോ. 1938 ആയപ്പോഴത്തേക്കും ഈ സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്ന പേരിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ ഇനി ഒരിക്കലും നമുക്ക് തെറ്റരുത്, സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിതമാണ്. ഓക്കെ, അടുത്തത് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ 1908 സ്ഥാപിതമാകുന്നത്. യോഗക്ഷേമ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ട് നമ്മൾ അറിയപ്പെടുന്ന ആരെയാണ്? VT ഭട്ടതിരിപ്പാട്, VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തകനായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷെ PSC ചോദ്യം ചോദിക്കുമ്പോൾ യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ ആരാണെന്ന് PSCയുടെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന്റെ ഉത്തരമായിട്ട് പലപ്പോഴും വരുന്നത് VT ഭട്ടതിരിപ്പാടാണ്. പക്ഷെ നമുക്ക് രേഖകളിൽ അങ്ങനെ കൃത്യമായിട്ട് ലഭിക്കുന്നില്ലെങ്കിലും PSCയുടെ ചോദ്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് VT ഭട്ടതിരിപ്പാടിനെ യോഗക്ഷേമ സഭയുടെ സ്ഥാപകനായിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതായിരുന്നു. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതായിരുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമായിരുന്നു മംഗളോദയം കേട്ടോ. മംഗളോദയം. അപ്പൊ മംഗളോദയം, വിവേകോദയം, അങ്ങനെ കുറെ മുഖപത്രങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ. വിവേകോദയം എന്തിന്റെ ആയിരുന്നു? SNDP-യുടെ ആയിരുന്നു. മംഗളോദയം യോഗക്ഷേമ സഭയുടെ. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമ്പൂതിരി യുവജന സംഘം. ഈ നമ്പൂതിരി യുവജന സംഘം എന്ന് പറയുന്നത് VT-യുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചു. അപ്പൊ VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ആ നമ്പൂതിരി യുവജന സംഘം എന്നൊരു സംഘടന രൂപീകരിക്കുന്നത്. ഈ യോഗക്ഷേമ സഭയുടെ തന്നെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു സംഘടന രൂപീകൃതമാകുന്നത്. അപ്പൊ ഈ യോഗക്ഷേമ സഭ പുറത്തിറക്കിയിരുന്ന പ്രധാനപ്പെട്ട 2 മാഗസിനുകളാണ് ഉണ്ണി നമ്പൂതിരി, യോഗക്ഷേമം. ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന ആ ഒരു മാഗസിനൊക്കെ യോഗക്ഷേമ സഭയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വർഷങ്ങളും കൂടെ ഓർത്തു വെക്കുക. സാധുജന പരിപാലന സംഘം 1907, യോഗക്ഷേമ സഭ 1908, നമ്പൂതിരി യുവജന സംഘം 1919. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന ആ ഒരു സംഘടനയിലേക്കാണ് വരുന്നത്. അപ്പൊ ഇത് സ്ഥാപിതമായത് 1909. അപ്പൊ ഇത് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്ന കുമാരഗുരുദേവൻ ആണ്. അദ്ദേഹത്തിന്റെ ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പൊയ്കയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത്. ഇത് സ്ഥാപിക്കുന്നത് ഇരവിപേരൂരിലാണ് കേട്ടോ. ഇരവിപേരൂർ, തിരുവല്ലയിലെ ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 പൊയ്കയിൽ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ, പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ പറയുന്ന നവോത്ഥാന നായകൻ സ്ഥാപിക്കുന്നത്.
ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വരികളാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓർത്തിടുമ്പോൾ ഖേദമുള്ളിൽ കാണുന്നില്ല ഒരു അക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു രചനയൊക്കെ നടത്തിയിരിക്കുന്നത് അദ്ദേഹമാണ്. അപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ചരിത്ര പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കൂടുതലും രാജാക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെ. സാധാരണക്കാരുടെ ചരിത്രങ്ങൾ ആരും എഴുതുന്നില്ല, എഴുതി സൂക്ഷിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി 1914 ഒക്ടോബർ 31 സ്ഥാപിതമാകുന്നത്. നായർ സർവീസ് സൊസൈറ്റി 1914 ഒക്ടോബർ 31 സ്ഥാപിതമാകുന്നു. വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കാൻ പാടില്ല. ഓക്കെ, നായർ സർവീസ് സൊസൈറ്റി 1914. ഓക്കെ, ഇനി അടുത്തത് ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ് കേട്ടോ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന ആ ഒരു സംഘടന സ്ഥാപിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പം ഇതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി സ്ഥാപിച്ച ഒരു സംഘടനയാണ് ആത്മവിദ്യാ സംഘം. അതിന്റെ വർഷം 1917 ആണ്. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിതമാകുന്നത്. ഓക്കെ, അപ്പൊ ഈ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം. അഭിനവ കേരളം എന്തിന്റെ മുഖപത്രമായിരുന്നു? ആത്മവിദ്യാ സംഘത്തിന്റെ കേട്ടോ. അഭിനവ കേരളം. ഓക്കെ, അതുപോലെ ഇതിന്റെ സ്ഥാപകനും നമ്മൾ ഓർത്തു വെക്കുക, ആരാണ്? വാഗ്ഭടാനന്ദനാണ് കേട്ടോ. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. വാഗ്ഭടാനന്ദൻ. ഓക്കെ, ആത്മവിദ്യാ സംഘം വർഷം 1917. അതുപോലെ ഈ വർഷം തന്നെയാണ് സഹോദര സംഘവും സ്ഥാപിക്കുന്നത്. സഹോദരൻ, ആത്മസഹോദരങ്ങൾ അല്ലെ. ആത്മവിദ്യാ സംഘം 1917, സഹോദര സംഘം 1917. അപ്പോൾ ഇതിന്റെ സ്ഥാപകൻ, സഹോദര സംഘത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ആരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് സഹോദര സംഘം സ്ഥാപിച്ചിരിക്കുന്നത്. 1917 സഹോദര സംഘം സ്ഥാപിതമാകുന്നത്. സഹോദര സംഘത്തിന്റെ മുഖപത്രം സഹോദരനാണ്. എല്ലാം സഹോദരനുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വർഷം ഓർത്തിരിക്കുക, സഹോദര സംഘം 1917 സഹോദര സംഘം സ്ഥാപിതമാകുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പ്രക്ഷോഭം, തളിക്ഷേത്ര പ്രക്ഷോഭത്തെ കുറിച്ചാണ്. 1917 തന്നെ നടന്ന തളിക്ഷേത്ര പ്രക്ഷോഭത്തെ കുറിച്ചാണ്. അപ്പൊ ഈ തളിക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറയുന്നത് അയിത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ഒരു പ്രക്ഷോഭമായിട്ടാണ് നമ്മൾ തളിക്ഷേത്ര പ്രക്ഷോഭത്തെ പറയുന്നത്. കോഴിക്കോട്ടെ തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം. അപ്പൊ ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടാണ് നമ്മുടെ KP കേശവമേനോനൊക്കെ വരുന്നത്. KP കേശവമേനോൻ, മാഞ്ചേരി രാമയ്യർ, C കൃഷ്ണൻ, ഇവരൊക്കെയാണ് തളിക്ഷേത്ര പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹമാണ് അയിത്തത്തിനെതിരെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു സമരമായിട്ട് അല്ലെങ്കിൽ സംഘടിത സമരമായിട്ട് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹമാണ്. ഇന്ത്യയിൽ തന്നെ അയിത്തത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത സമരം. തളിക്ഷേത്ര പ്രക്ഷോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സംഘടിതമായിട്ടുള്ള ഒരു പ്രക്ഷോഭമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ വൈക്കം സത്യാഗ്രഹം വളരെ സംഘടിതമായിട്ടുള്ള ഒരു സമരം അല്ലെങ്കിൽ ഒരു സത്യാഗ്രഹം തന്നെയായിരുന്നു. അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു അല്ലെ. അപ്പൊ അതിനെതിരെയായിരുന്നു ഈ ഒരു സമരം നടക്കുന്നത്. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ട് നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 നമ്മുടെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1924-25 കാലഘട്ടങ്ങളിൽ വൈക്കം സത്യാഗ്രഹം തുടർന്നു. ഏകദേശം 1924-25 2 വർഷ കാലഘട്ടം ഇതിന്റെ പ്രവർത്തനങ്ങൾ നീണ്ടു നിന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരിൽ TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇവരൊക്കെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ്. അപ്പൊ ഈ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ ഒരു വിഭാഗം ഉണ്ടായിരുന്നു, അകാലികൾ. ഈ അകാലികള് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ വന്ന് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ഒരു വിഭാഗമാണ് അകാലികൾ. അകാലികളുടെ നേതാവായിട്ട് ലാലാ ലാൽ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇവിടെ എത്തിയത്. അപ്പൊ അവരുടെ കാര്യം കൂടെ ജസ്റ്റ് ഓർത്തിരിക്കാം. അപ്പം വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് അകാലികൾ ഇവിടെ വന്നതും അതിനുവേണ്ട സപ്പോർട്ടൊക്കെ കൊടുത്തതും എന്ന് നമ്മൾ ഓർത്തു വെക്കാം.
വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 603 ദിവസം. 603, ഏകദേശം 2 വർഷ കാലഘട്ടം തന്നെ വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സവർണ ജാഥ നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായിട്ട് KPCCയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 1931-32 കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പ്രധാനമായിട്ടും നേതൃത്വം കൊടുക്കുന്നത് കേളപ്പനും മന്നത്ത് പത്മനാഭനും ഒക്കെയാണ്. എങ്കിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ട് നമ്മൾ പറയുന്നത് AKG ആണ്. AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ ഓർത്ത് നോക്കുക, ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഉഗുനി എന്ന് പറയുന്ന ഒരു കോഡ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 3 സത്യാഗ്രഹങ്ങളുടെ ഓർഡർ കിട്ടും. ഉപ്പ് സത്യാഗ്രഹം, ഉ എന്ന് പറയുന്ന ഉപ്പ് സത്യാഗ്രഹം, ഗു എന്ന് പറയുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം, നീ എന്ന് പറയുന്നത് നിവർത്തന പ്രക്ഷോഭം. 1930, 31, 32 വർഷങ്ങളിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹം 1930, ഗുരുവായൂർ സത്യാഗ്രഹം 1931 ആരംഭിക്കുന്നു. നിവർത്തന പ്രക്ഷോഭം 1932 ആരംഭിക്കുന്നു. നിവർത്തന പ്രക്ഷോഭത്തെ കുറിച്ച് നമ്മൾ പിന്നീട് പറയും, എങ്കിലും ഓർത്തിരിക്കുക ഉഗ്നി 30, 31, 32. ഇനി അടുത്ത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് നമുക്കറിയാം. അപ്പോൾ ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1936 നവംബർ 12 ശ്രീചിത്തിര തിരുനാള് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1936 നവംബർ 12. ഇനി അടുത്ത് മലബാർ കലാപം നടന്ന വർഷം 1921. 1921 മലബാർ കലാപം നടക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ. 1921 എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്ന ഒരു ട്രെയിൻ ദുരന്തമൊക്കെ സംഭവിക്കുന്നത് അല്ലെ. 1921 നവംബർ 10 ഇത് നടക്കുന്നത്. മലബാറിലെ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി 72 പേര് ശ്വാസം മുട്ടി മരിക്കുന്നു. അപ്പോൾ ഈ സംഭവമാണ് നമ്മൾ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. 1921 നവംബർ 10 ഇത് നടക്കുന്നത്. 1921 നവംബർ 10 ഇത് നടക്കുന്നത്. അപ്പോൾ ഈ മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് പറയുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് പൂക്കോട്ടൂർ യുദ്ധമാണ്. പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത് തന്നെയാണ് മലബാർ കലാപമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, മലബാർ കലാപം, പൂക്കോട്ടൂർ യുദ്ധം, വാഗൺ ട്രാജഡി, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് 1921 എന്ന് പറയുന്ന വർഷത്തിലാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കുവാനുള്ളത് നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗത്തിലുള്ള ആളുകൾ ജനസംഖ്യാനുപാതികമായിട്ടുള്ള ആ ഒരു സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ആ ഒരു സമരമാണ് നിവർത്തന പ്രക്ഷോഭം. 1932 ഇത് നടക്കുന്നത്. ഇനി അടുത്തത് പട്ടിണി ജാഥ. 1936 AKG ആണ് പട്ടിണി ജാഥ നയിക്കുന്നത്. മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയമായ അവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് ഈ ഒരു സമരം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്തത് AK ഗോപാലനാണ്. AKG ആണ്, അദ്ദേഹത്തിന്റെ ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ പട്ടിണി ജാഥയെ തുടർന്ന് 1 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടവരാണ് AK ഗോപാലനും ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ നായരും. അപ്പൊ കണ്ണൂരിൽ നിന്ന് മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ നടന്നത് എന്നും ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത് വൈദ്യുതി പ്രക്ഷോഭം. 1936 തന്നെയാണ് വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നത്. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്കെതിരെയായിരുന്നു ഈ വൈദ്യുതി പ്രക്ഷോഭം നടന്നത്. തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം സ്വന്തമാക്കിയ ആ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് ചാന്ദ്രി എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു കേട്ടോ. മദ്രാസിലെ ചാന്ദ്രി എന്ന് പറയുന്ന
ഒരു കമ്പനിയായിരുന്നു, ചാന്ദ്രി. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം 1936. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില സമരങ്ങളെ കുറിച്ചും കൂടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾ കഴിയുകയാണ്. മൊറഴ സമരം 1940. 1940 മൊറഴ സമരം നടക്കുന്നത്. അപ്പം ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടു? രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് സാധനങ്ങളുടെ അമിത വിലയ്ക്കും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കുമെതിരെ കണ്ണൂർ ജില്ലയിലെ മൊറഴയിൽ നടന്ന സമരമാണ് മൊറഴ സമരം. ഓർത്തിരിക്കുക, 1940 മൊറഴ സമരം നടക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കയ്യൂർ സമരമാണ്. കയ്യൂർ സമരം നടക്കുന്നത് 1941. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തുന്ന ഒരു കലാപമാണ് കയ്യൂർ സമരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം സ്വാതന്ത്ര്യ തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്നിട്ടുള്ള സമരമാണ് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴയാണ് കേട്ടോ. ആലപ്പുഴയിലാണ് ഈ ഒരു സംഭവം അരങ്ങേറുന്നത്. ഇനി അടുത്തത് കരിവള്ളൂർ സമരം. 1946 തന്നെ നടക്കുന്ന 3 സമരങ്ങളാണുള്ളത്. പുന്നപ്ര വയലാർ, കരിവള്ളൂര്, തോൽവിറക്, 3 സമരങ്ങൾ 1946 തന്നെയാണ് നടക്കുന്നത്. കരിവള്ളൂർ സമരം പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെ മലബാറിൽ നടന്നിട്ടുള്ള ഒരു സമരമാണ്. കരിവള്ളൂർ സമര നായിക എന്നൊക്കെ അറിയപ്പെടുന്നത് കെ ദേവയാനിയാണ് കേട്ടോ. കെ ദേവയാനിയാണ് കരിവള്ളൂർ സമര നായിക എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇനി അതുപോലെ തോൽവിറക് സമരം. വടക്കേ മലബാറിലെ ചീമേനി കാടുകളിൽ നിന്ന് ജനങ്ങൾ തോലും വിറകും സൗജന്യമായി ശേഖരിച്ചിരുന്ന പരമ്പരാഗത സമ്പ്രദായത്തെ ഭൂ ഉടമകൾ എതിർത്തതിനെ തുടർന്നാണ് തോൽവിറക് സമരം നടക്കുന്നത്. അപ്പൊ ഈ തോൽവിറക് സമരത്തിന്റെ നേതൃത്വം കൊടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കാർത്യായനി അമ്മയാണ്. കാർത്യായനി അമ്മ. ഓക്കെ, ഇനി പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പാലിയം സത്യാഗ്രഹമാണ് കേട്ടോ. അപ്പൊ ഓർത്തു നോക്കുക, സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. 1947-48 കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുന്നത് സി കേശവനാണ്. അപ്പൊ ഈ പാലിയം സത്യാഗ്രഹത്തിലെ ഒരു രക്തസാക്ഷിയായി മാറിയ വ്യക്തി ആരാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. AG വേലായുധനാണ് പാലിയം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് രക്തസാക്ഷിത്വം വഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് AG വേലായുധൻ രക്തസാക്ഷിത്വം വഹിച്ചത്, അല്ലെങ്കിൽ പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിത്വം വഹിച്ചത് ആരാണെന്നൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പാലിയം സത്യാഗ്രഹമാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കേരളത്തില് നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളും അവയുടെ വർഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ വർഷങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും 1-2 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.